മല്ലു KBFCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FCയുമായിട്ടുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരത്തിന് മുന്നോടിയായുള്ള പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് അങ്ങനെ ചാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇവാൻ ബുക്കാമാനോവിക്കിനോടൊപ്പം ബ്ലാസ്റ്റേഴ്സിന്റെ സെക്കൻഡ് ചോയ്സ് ഗോൾ കീപ്പറായ ലാല ശർമ്മയുമാണ് എത്താൻ പോകുന്നത്. എന്നാൽ ഈ ഒരു പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ നിന്ന് അർത്ഥമാക്കാൻ സാധിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത നോർത്ത് ഈസ്റ്റുമായിട്ടുള്ള മത്സരത്തിൽ ഗോൾ വലയ്ക്ക് മുന്നിൽ കരൺജിത്തിനെ മാറ്റിക്കൊണ്ട് ലാല ശർമ്മയ്ക്ക് അവസരം നൽകാനാണ് സാധ്യതകൾ കാണുന്നത്. ഇവാന്റെ ശൈലി അനുസരിച്ച് മത്സരത്തിന് മുന്നോടിയായി നടക്കുന്ന പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ഇവാനോടൊപ്പം വരുന്ന താരത്തെ ആദ്യ നിരയിൽ ഉൾപ്പെടുത്തുന്ന ഒരു പ്രവണത ഇവാൻ ആശാനുണ്ട്. അത് ബ്ലാസ്റ്റേഴ്സിന്റെ കഴിഞ്ഞ സീസൺ മുതലുള്ള ഒരു ശൈലിയാണ്. എന്നാൽ ഈ ഒരു സീസണിലേക്ക് വന്നപ്പോൾ പ്രീ മാച്ച് ഷോയിൽ പങ്കെടുക്കുന്ന എല്ലാ താരങ്ങൾക്കൊന്നും അവസരമില്ലെങ്കിലും ഓൾമോസ്റ്റ് പ്രീ മാച്ച് ഷോയിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാ താരങ്ങൾക്കും പിന്നീട് നടക്കുന്ന മത്സരത്തിൽ അവസരം നൽകിയിട്ടുണ്ട്. ആയതുകൊണ്ട് തന്നെ ലാല ശർമ്മയെ നമുക്ക് നോർത്ത് ഈസ്റ്റുമായിട്ടുള്ള മത്സരത്തിൽ ഗോൾ വലയ്ക്ക് മുന്നിൽ കാണാൻ സാധ്യതകൾ വളരെ കൂടുതലാണ്. മാത്രമല്ല കരൺജിത് സിംഗ് തുടരെ ഒരുപാട് മിസ്റ്റേക്കുകൾ വരുത്തുന്നത് കൊണ്ട് തന്നെ ലാല ശർമ്മയ്ക്ക് ഒരു അവസരം നൽകണമെന്ന രീതിയിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ അഭിപ്രായങ്ങളും വരുന്നുണ്ട്. ഏതായാലും ഓൾമോസ്റ്റ് ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫിലേക്ക് ക്വാളിഫിക്കേഷൻ ഉറപ്പുവരുത്തി. ആയതുകൊണ്ട് തന്നെ ലാല ശർമ്മയ്ക്ക് ഒരു അവസരം നൽകുന്നതിൽ തെറ്റൊന്നുമില്ല. ഏതായാലും നമുക്ക് കാത്തിരിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻറ്റായി അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.